തിരുവനന്തപുരം വർക്കലയിൽ മദ്യപൻ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട പെൺകുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച ഏറ്റവും പുതിയ അപ്ഡേഷൻ വരുന്നുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിക്കുന്നത് പെൺകുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു എന്നാണ്. ആശുപത്രിയിൽ എത്തിയതിനേക്കാൾ നില മെച്ചപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവരുടെ ആരോഗ്യ സ്ഥിതി ഗുരുതരമാണെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. മേഘന മുരളിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നത്. മേഘന, മെഡിക്കൽ ബുള്ളറ്റിനിൽ എന്താണ് പറയുന്നത്? തുടർ ചികിത്സ എങ്ങനെയാണ് എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടോ? ദിൽന നിലവിലൊരു മെഡിക്കൽ ബുള്ളറ്റിനായി പുറത്തു വന്നിട്ടില്ല. മറിച്ച് ആശുപത്രി അധികൃതർ പറയുന്നത് ആരോഗ്യസ്ഥിതി നിലവിൽ ഗുരുതരമെന്ന് തന്നെയാണ്. അതിൽ ഈ വർക്കലയിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചതിൽ നിന്ന് സ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആന്തരിക രക്തസ്രാവം ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. അപകടാവസ്ഥ തരണം ചെയ്തു എന്ന് നിലവിൽ പറയാനാകില്ല. 48 മണിക്കൂർ നിരീക്ഷണത്തിൽ വെച്ചിരിക്കുകയാണ്. അതിനുശേഷം മാത്രമേ ഏതെങ്കിലും രീതിയിൽ പെൺകുട്ടി അതിജീവിക്കുന്നു അല്ലെങ്കിൽ പൂർണ്ണ ആരോഗ്യസ്ഥിതിയിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പറയാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ ആശുപത്രി വൃത്തങ്ങൾ പറയുന്നത്. തലയിൽ പലയിടത്തും ചതവുകളുണ്ട്. അത് ആ വീണതിന്റെ ഓടുന്ന ട്രെയിനിൽ നിന്ന് വീണതിന്റെ ഒരു രീതിയിൽ തന്നെ തലയിൽ പലയിടത്തും ചതവുകളുണ്ട്. ഈ ചതവുകൾ സുഖപ്പെടാൻ സമയമെടുക്കുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ തലച്ചോറിലെ പരിക്ക് പെട്ടെന്ന് മോശം സാഹചര്യത്തിലേക്ക് മാറ്റാനുള്ള ഒരു കാരണമായേക്കാം എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. ഏതായാലും സാധ്യമായിട്ടുള്ള എല്ലാ ചികിത്സയും മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്ന് നൽകുന്നെന്ന കാര്യം കൂടി ഇപ്പോൾ ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ പെൺകുട്ടിയുടെ അമ്മയുടെ പ്രതികരണത്തിലടക്കം ഈ ആശുപത്രിയിലെ ചികിത്സ തൃപ്തികരമല്ല എന്നുള്ള രീതിയിലൊരു പ്രതികരണം ഉണ്ടായിരുന്നു. പക്ഷേ അതങ്ങനെയല്ല, അതൊരു വൈകാരിക പ്രതികരണം മാത്രമാണ്. മറിച്ച് സാധ്യമായിട്ടുള്ള എല്ലാ ചികിത്സയും ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് നൽകുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. അതിൽ വിദഗ്ധ സംഘമാണ് ഇപ്പോൾ പെൺകുട്ടിയെ പരിശോധിക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ മന്ത്രി വീണ ജോർജും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാലും പെൺകുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് വിദഗ്ധ ചികിത്സ നൽകണമെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കുടുംബത്തിന്റെ ആശങ്ക അത് മുഖവിലേക്ക് അവരെടുക്കുമ്പോൾ പോലും നിലവിൽ സാധ്യമായ എല്ലാ ചികിത്സയും നൽകുന്നുണ്ടെന്ന് തന്നെയാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.